ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. പരിശുദ്ധ അമ്മ തൻ്റെ ഇളയമ്മയായ എലിസബത്തിനെ സന്ദർശിക്കുന്നതാണ് ഇന്നത്തെ വചന വിചിന്തനം. 6 മാസം ഗർഭിണിയായ വാർദ്ധക്യത്തിൻ്റെ നെറുകയിലെത്തിയ തൻ്റെ ഇളയമ്മ വന്ധ്യതയുടെ പരിധികൾക്കപ്പുറത്ത് ദൈവം വാരിക്കൊരു ചൊരിഞ്ഞു കൊടുത്ത നന്മകൾ ഏറ്റുവാങ്ങിയിട്ട് നീണ്ട കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്ത ഗബ്രിയേൽ ദേവദൂതന് ശ്രവിച്ച മറിയം തൻ്റെ വിവാഹശേഷം അദ്ദേഹത്തെ സന്ദർശിക്കാനായിട്ട്, ആ കുടുംബത്തെ സന്ദർശിക്കാനായിട്ട് പോവുകയാണ്. ബെത്ലഹേമിലെ തൻ്റെ കുടുംബജീവിതത്തിൽ നിന്ന് തിരക്കുകളുടെ മധ്യേ ഈ ഇളയമ്മയുടെ ഭവനത്തിലേക്കുള്ള യാത്ര, തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ട അമ്മയെക്കുറിച്ചാണ് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. തൻ്റെ കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, ജീവിത പങ്കാളിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് തിരക്ക് പിടിച്ച് ഇരുട് എത്തും മുമ്പ് ഭവനത്തിലെത്താൻ മറിയം തിടുക്കത്തിലെ യാത്ര പുറപ്പെടുകയാണ്. തനിക്ക് ചെയ്യാനുണ്ടായിരുന്ന ജോലികളുടെ ആധിക്യം രാവേറെ എത്തും മുമ്പ് എത്താനുള്ള തിടുക്കം മാതാവിന് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അതിനേക്കാൾ ഉപരി ഈ വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ഇരിക്കുന്ന ഈ പരിശുദ്ധ ഇളയമ്മയെ കാണാനുള്ള കൊതി, നന്നേ പ്രായാധിക്യത്തിലെത്തിയ ഈ അമ്മച്ചി നിറവയറുമായിട്ട് ഇരിക്കുന്നത് കണ്ട് അവളുടെ ആരോഗ്യ പരിചരണത്തിന് തന്നാലാകുന്ന സംഭാവനകളൊക്കെ കൊടുക്കാനുള്ള ഒരു തിടുക്കം മാതാവിനുണ്ട്. താൻ ഗർഭവതിയാണ് എന്നും പ്രാരംഭകാലത്തെ ഗർഭാരിഷ്ഠതകൾ ഏറെ സങ്കീർണമാണെന്നും ഒക്കെ മനസ്സിലാക്കിയിട്ടും തൻ്റെ അസ്വസ്ഥതകളും ആകുലതകളും എല്ലാം മാറ്റിവെച്ച് എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് ഈ അമ്മ യാത്രയാവുകയാണ്. മറിയത്തെ കണ്ട് എലിസബത്ത് പറഞ്ഞു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എനിക്ക് അവിടെ നിന്ന് ലഭിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടുത്തൽ, കുഞ്ഞിൻ്റെ കുതിച്ചുചാട്ടം ഒക്കെ തൻ്റെ മുമ്പിലെത്തിയിരിക്കുന്ന തൻ്റെ മരുമകളുടെ സാന്നിധ്യത്തെ ദൈവിക സാന്നിധ്യമായിട്ട് എലിസബത്ത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ കാണാൻ ആഗ്രഹിക്കുന്നത്, പരിശുദ്ധ അമ്മ ഇതിനു മുമ്പും പലവട്ടം എലിസബത്തിനെ സന്ദർശിച്ചിട്ടുള്ളതാണ് ഇളയമ്മയുടെ ഭവനമായതുകൊണ്ട് അപ്പോഴൊന്നും തോന്നാത്ത ഒരു വികാരം പരിശുദ്ധ അമ്മ ഈ തവണ വന്നപ്പോൾ എലിസബത്തിന് ബോധ്യപ്പെടുകയാണ്. കല്യാണം കഴിഞ്ഞ ഉടനെയൊന്നും കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധ്യതയില്ലല്ലോ. എലിസബത്തിന് തൻ്റെ അടുക്കൽ വന്ന പരിശുദ്ധ മറിയത്തെ കണ്ടപ്പോൾ അവൾ കർത്താവിൻ്റെ അമ്മയാണ് എന്ന് ബോധ്യപ്പെട്ടു. ഇത് ഒരുപക്ഷെ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ തമ്പുരാൻ്റെ വിശുദ്ധ സാന്നിധ്യം അവളുടെ മുഖപ്രസാദമായി കാണാൻ സാധിച്ചതുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ക്രിസ്തുവിനെ ധരിക്കുന്നവരാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മിലേക്ക് ഇറങ്ങി വന്ന് നമ്മളിൽ വസിക്കുന്നുണ്ട്. അതേ ഈശോ തമ്പുരാനാണ് പരിശുദ്ധ മറിയത്തിൽ
ഭൂജാതനാകും മുമ്പ് വസിച്ചത്. അങ്ങനെയാണ് എങ്കിൽ പരിശുദ്ധ മറിയത്തിൻ്റെ മുഖത്ത് വിളങ്ങിയിരുന്ന വരപ്രസാദത്തിൻ്റെ പ്രസരിപ്പ്, ഒരു മുഖപ്രസന്നത നമുക്കും അനിവാര്യമല്ലേ? നമ്മളെ കണ്ടെന്തേ മറ്റുള്ളവർ ക്രിസ്തുവിൻ്റെ ശിഷ്യനാണെന്ന് പറയാത്തെ? നമ്മളെ കണ്ടിട്ട് എന്തേ അവർ ഇവൻ ക്രിസ്തുവിനെ വഹിക്കുന്നവനാണ് എന്ന് പറയാത്തെ? അങ്ങനെ പറയാൻ സാധിക്കുന്നിടത്താണ് ക്രിസ്ത്യാനിയുടെ വിജയം. എലിസബത്തിൻ്റെ ഈ സന്ദർശന വേള, എലിസബത്തിൻ്റെ ഭവനത്തിലേക്കുള്ള മറിയത്തിൻ്റെ യാത്ര തീർച്ചയായിട്ടും അവൾക്ക് വലിയ സന്തോഷവും അഭിമാനവുമൊക്കെ തോന്നുന്ന തരത്തിലാണ്. അങ്ങനെ ഒരു ഇളയമ്മയുടെ ഭവനത്തിലെത്തി അവൾക്ക് ആവശ്യമായിട്ടുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്യാൻ മടി കൂടാതെ ഇറങ്ങിച്ചെന്ന പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ അമ്മയാണ്, ക്രിസ്തുവിൻ്റെ അമ്മയാണ്. തൻ്റെ ആഢ്യത്വവും തൻ്റെ മഹത്വവുമൊക്കെ മാറ്റിവെച്ചിട്ട് ഇളയമയെ ശുശ്രൂഷിക്കാനായിട്ട് 3 മാസക്കാലം അവിടെ താമസിച്ച് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത അമ്മ നമ്മുടെ മുമ്പിൽ മാതൃകയാകണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചുറ്റുമുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കാം. അവരുടെ വേദനകളും ദുഃഖങ്ങളുമൊക്കെ പങ്കുവെച്ച് അതിൻ്റെ നിവൃത്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ, ഇങ്ങനെയുള്ള വലിയ ഉത്തരവാദിത്വമൊക്കെ സഭ നമ്മളെ ഭരമേൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ പോലെ മറ്റുള്ളവർക്ക് അവൈലബിൾ ആകുന്ന, ലഭ്യമാകുന്ന, സംലഭ്യയാകുന്ന ഒരു നന്മയുടെ മുഖമായി മാറാൻ നമുക്കൊരുമിച്ച് ആഗ്രഹിക്കാം. ഈശ്വര വലിയ കൃപ നമുക്ക് ബലം നൽകട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.